ഹലോ, ഇനി ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട്. അപ്പോൾ ഞങ്ങളന്ന് കല്യാണത്തിന് പോവാണ് കേട്ടോ. ബസ് സ്റ്റോപ്പിൽ കണ്ടേ നടക്കണത്. അപ്പോൾ ഗേൾസ്, എൻ്റെ കമ്മൽ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? ഞാനത് കണ്ട പാടന്നെ കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. കാരണം പിന്നെ അത് മേടിക്കാണ്ടിരുന്നാൽ വീട്ടിൽ വന്ന മുഖം വീർപ്പിച്ചിട്ട് പിന്നെ മേടിച്ചാൽ മതിയെന്ന് മേടിക്കാണ്ട് വന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്തോണ്ടിരിക്കും. അപ്പോൾ അതൊന്നും വേണ്ട വെച്ചിട്ട് വേഗം മേടിച്ച് തന്നതാണ് കേട്ടോ. അങ്ങനെ എന്താ ബസ് സ്റ്റോപ്പിൽ എത്തി. ബസ് ഇങ്ങനെ കാത്തിക്കുകയാണ്. ബസ്സിന് പോണ്ടേന്നുള്ള തീരുമാനമാണ് കേട്ടോ ഞങ്ങൾ. കാരണം ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇനി ബസ്സിന് കയറാനും മടിയാണ്. അപ്പോൾ ഞങ്ങളത് ലാസ്റ്റ് ഓട്ടോറിക്ഷ തന്നെ തീരുമാനിച്ച് ഓട്ടോറിക്ഷയിലാണ് കേട്ടോ ഇപ്പോൾ പോണത്. ബസ്സിന് പോകാൻ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ബസ്സിന് പോകണത് തീരെ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഫുൾ ടൈം ഞങ്ങൾ പിന്നെ ബസ്സിൽ തന്നെ ഇവിടേക്ക് പോകാനൊക്കെ ഉണ്ടെങ്കിൽ ബസ്സിൽ തന്നെയാണ് കേട്ടോ ഞങ്ങൾ പോവാറ്. പിന്നെ അത് ഞങ്ങൾ കല്യാണ ഹാളിലെത്തി വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ആ വെയിലത്ത് വന്ന ക്ഷീണമൊക്കെ വെൽക്കം ഡ്രിങ്ക് കുടിച്ചപ്പോൾ മാറിയിട്ടാണ്. പിന്നെ നമ്മൾ കൂടുതൽ വെയിൽ കൊള്ളുമ്പോൾ ഏത് രസമില്ലാത്ത ഡ്രിങ്കാണെങ്കിലും നമുക്ക് രസം തോന്നും. അങ്ങനെ ആളുകൾക്ക് കയറിയ പാടന്നെ അവർ പറഞ്ഞ് ഇരിക്കേണ്ട, നേരെ ഫുഡ് കഴിക്കാൻ കയറിക്കോന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് അതന്നെ ഇഷ്ടം. നേരെ ഫുഡ് കഴിക്കാനൊക്കെ കയറി. ഫുഡ് നല്ല സൂപ്പർ ഫുഡ് ആയിരുന്നു. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. അച്ചാർ സൂപ്പർ അച്ചാറായിരുന്നു, മാങ്ങ അച്ചാറായിരുന്നു കേട്ടോ. പിന്നെ ആ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കാവ് കുടിച്ചു. കാവ് എന്നല്ലതിന് പറയുക. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് പിന്നെ താത്താൻ്റെ വീട് ഇവിടെയാണ് കേട്ടോ. അളിയൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് താത്താനെ കണ്ടിട്ടൊക്കെ ഒന്ന് പോകാമല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് താത്താൻ്റെ അടുത്ത് നടക്കണ ദൂരമുള്ളൂ. അങ്ങനെ ഉണ്ണിക്ക് 2-3 ഐറ്റംസ് മേടിച്ച് ഞങ്ങൾ എള്ളുമുട്ടായി മഞ്ചൊക്കെ മേടിച്ച് ഞങ്ങൾ അത് കഴിച്ചിട്ടൊക്കെയാണ് ഈ പോണത്. അപ്പോൾ ഇതാണ് എൻ്റെ താത്താൻ്റെ വീട്. എൻ്റെ അളിയൻ്റെ വീട് ഇതാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറി അടുത്ത മകളൊക്കെ സംസാരിച്ച് താത്താനൊക്കെ കണ്ട് പിന്നെ ഇതാ ഉണ്ണിക്ക് ഞങ്ങൾ മേടിച്ച സാധനങ്ങളൊക്കെ കൊടുക്കാൻ കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഇഷ്ടമാണ്. പിന്നെ കുട്ടികളായ പിന്നെ അങ്ങനെയാണല്ലോ. പിന്നെ നമ്മളും മോശമൊന്നുമല്ല, നമ്മളും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഏറെ കഴിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഊഞ്ഞാലുണ്ട്. അപ്പോൾ ഞാൻ അയറക്കുട്ടിനെ അതിൽ കുറച്ച് നേരം ഇരുത്തി ആട്ടി. പിന്നെ അവളത്തെ ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് തന്നു. അതും കുടിച്ചിട്ടാണ്. പൈനാപ്പിൾ ജ്യൂസ് ആയിരുന്നു. അതൊക്കെ കുടിച്ച് ഞങ്ങൾ പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ